ആതിര മിസ് ആണ് കേട്ടോ. അപ്പൊ നമ്മളിത് എക്സാം ഇതാ അടുക്കാറായില്ലേ. അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഏതാണ്? വിശകലനക്കുറിപ്പ്. അപ്പൊ ഒരു വിശകലനക്കുറിപ്പ് എങ്ങനെ എഴുതുക, വിശകലനക്കുറിപ്പ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ ആകെ പേടിച്ചിരിക്കാവൂല്ലേ. അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളെ കൂടെ ഇജുപോട്ട് ഉണ്ട്, ആതിര മിസ് ഉണ്ട്, പിന്നെ എന്തിനാ പേടിക്കണം? ഓക്കെ, അപ്പൊ നമുക്ക് അധികം വൈകിക്കാതെ നമുക്ക് വേഗം നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ. യെസ്. അപ്പൊ മക്കളെ, ഒരു വിശകലനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മിസ് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കാട്ടോ. ഗദ്യഭാഗത്തെ ആശയം വിശകലനം ചെയ്യുക. സ്വന്തം നിലപാടും നിരീക്ഷണങ്ങളും വ്യക്തമാക്കുക. അനുയോജ്യമായ ഒരു ഘടന സ്വീകരിക്കുക. വാക്യത്തിന്റെ ഘടനയിൽ വ്യക്തത, ചിഹ്നം എന്നിവ കൃത്യമായി പാലിച്ച് അക്ഷരത്തെറ്റില്ലാതെ എഴുതുക. അപ്പൊ ഇതെല്ലാം നിങ്ങൾ ഈ നിയമങ്ങളൊക്കെ പാലിച്ചിട്ട് നിങ്ങൾ ഒരു വിശകലനക്കുറിപ്പ് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് സെറ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ചോദ്യം വായിക്കാം അല്ലെ. മഞ്ഞുതുള്ളികൾ പോകുന്നതോടെ കാഴ്ച നഷ്ടപ്പെടും എന്നു പറയാൻ കാരണം എന്തായിരിക്കാം? കവിത വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. നമ്മുടെ മഞ്ഞുതുള്ളി അല്ലെ. പ്രഭാതത്തിൽ പുൽക്കൊടി തലപ്പത്തും പൂക്കളിലും രത്നകിരീടം ചൂടിയ റാണിയെ പോലെ ശോഭിക്കുന്ന മഞ്ഞുതുള്ളിയുടെ സൗന്ദര്യം വർണ്ണനാതീതമാണ്. ആ കാഴ്ചയുടെ സൗന്ദര്യം എത്ര ആസ്വദിച്ചിട്ടും കവിക്ക് മതി വരുന്നില്ല. വെയിലുദിക്കുന്നതോടെ മഞ്ഞുതുള്ളി അലിഞ്ഞില്ലാതാവുന്നു. അതോടെ സുന്ദരമായ ആ കാഴ്ചയും കവിക്ക് നഷ്ടമാകും. മഞ്ഞുതുള്ളിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്റെ കണ്ണുകൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടതുപോലെ തോന്നുമെന്ന് കവി പറയുന്നു. ഇതിനാലാണ് മഞ്ഞുതുള്ളിയോട് സ്വർഗത്തിലേക്ക് പോകരുതേ എന്ന് കവി പറയുന്നത്. ഇത്രയേ ഉള്ളൂ അല്ലെ. ചെറിയൊരു ഭാഗം, ചെറിയ രീതിയിലാണ് നമ്മളിവിടെ ഒരു വിശകലനക്കുറിപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ഒരു എന്താ പറയാ, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞ് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് മാർക്ക് ഉറപ്പാണെന്ന് മിസ് പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടായിരിക്കണം ഒരു വിശകലനക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. അപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി ആണല്ലേ, പ്രവർത്തനമാണ് അല്ലേ. അപ്പം മിസ്സിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്താണ്, നിങ്ങളുടെ വിലപ്പെട്ട കമന്റ്സും കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.